ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു ബിസി ഡേ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഒരു ചേട്ടൻ്റെ വെഡ്ഡിങ്ങിനായിട്ട് നമ്മൾ പോകുവാണ്. അപ്പോൾ ഞാൻ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും പ്രവീൺ ചേട്ടൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നു. അങ്ങനെ ഞങ്ങൾ പ്രവീൺ ചേട്ടൻ്റെയൊക്കെ വീട്ടിൽ ചെന്ന് അവിടുന്ന് എല്ലാവരും കൂടെയാണ് വെഡ്ഡിങ്ങിനായിട്ട് പോയത്. അപ്പോൾ അവർ റെഡിയായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനിടയ്ക്ക് കുറച്ച് ഫോട്ടോസും അതുപോലെ തന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനുക്കുട്ടി എനിക്ക് ഫോട്ടോ എടുത്തു തരുന്ന സമയത്ത് ഞാൻ നിഖിലിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വ്ളോഗിൽ ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തരണം. അതിന് നിഖിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ എല്ലാവരും റെഡിയായി വെഡ്ഡിങ്ങിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറച്ച് അധികം ലേറ്റായിരുന്നു ഫംഗ്ഷന്. പള്ളാത്തുരുത്തി വെച്ചിട്ടായിരുന്നു വെഡ്ഡിങ്. കിഴക്കൻ ഏരിയ ഭയങ്കര രസമാണ് ഗൈസ് കാണാൻ, ആ ഏരിയയൊക്കെ. കാരണം ഫുൾ ഹൗസ് ബോട്ടും പിന്നെ കായലും നല്ല രസമാണ് കാണാൻ. അങ്ങനെ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഇതിപ്പോൾ 2-3 മാസം മുന്നേ എടുത്ത വീഡിയോ ആണ്. പക്ഷേ എനിക്കിപ്പോഴാണ് അതൊന്ന് എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടുള്ളൊരു ടൈം കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു കേട്ടോ. പക്ഷേ കുഴപ്പമില്ല, നമ്മൾ വഴിയൊക്കെ കണക്ട് ചെയ്ത് പോവുകയാണ്. അങ്ങനെ നമ്മൾ ഫംഗ്ഷൻ നടക്കുന്ന പ്ലേസിലെത്തി. വളരെ നേരത്തെ ആയിരുന്നത് കൊണ്ട് പള്ളിയിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പള്ളിയുടെ അടുത്ത് തന്നെയാണ് ഫംഗ്ഷൻ നടക്കുന്ന ഓഡിറ്റോറിയം ഉള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഫുഡിൻ്റെ സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡാൻസും പരിപാടികളും. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരുമിച്ചിങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുന്നത്. കാരണം പലരും അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ് ബിരിയാണി. അപ്പം അത് കിട്ടിയതിൻ്റെ സന്തോഷം കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചതിൻ്റെ സമയത്ത് നമ്മൾ കുറേ ചേട്ടന്മാരെയൊക്കെ കണ്ട് അവരൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ ഐസ്ക്രീം കോണിലോട്ട് പോവുകയാണ്. എല്ലാവരും മത്സരിച്ച് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഇങ്ങനെ ചുമ്മാ നിഖിലിനെ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വൻ തമാശകൾ പറയുമായിരിക്കുമെന്ന്. അങ്ങനെയൊന്നുമല്ല. അവരെല്ലാവരും എന്നെ ഒരുമിച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ചുമ്മാ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാനതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ മണവാളനെ കണ്ട് സംസാരിച്ചു. അപ്പം ബ്രൈഡ് സെക്കൻഡ് സാരി മാറാനായിട്ട് അവർ പോയേക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറയായിരുന്നു. അങ്ങനെ അവരെ കണ്ട് സംസാരിച്ചിട്ട് നമ്മൾ ജസ്റ്റ് 2-3 പാട്ടൊക്കെ പാടി ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മളെല്ലാവരും വീട്ടിലോട്ട് പോയി കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് നേരെ നിഖിലിൻ്റെയൊക്കെ വീട്ടിലോട്ടാണ് പോയത്. നമുക്ക് വൈകുന്നേരം ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. One, 2, 3, 4. ജാതിമല്ലി പൂത്തുകുളിരുമി താഴ്വാരം കോടമല്ലി കിളിയുഴിയും നാറ്റോലും ചന്തമുള്ള പന്തലൊരു ജാതിമല്ലി പൂത്തുകുളിരുമി താഴ്വാരം കോടമല്ലി കിളിയുഴിയും നാറ്റോലും ചന്തമുള്ള പന്തലൊരു നിന്നേതിയേൽക്കുമല്ലോ പൗർണമി പെൺകൊടി. അങ്ങനെ ഒരുപാട് റീടേക്കുകളും ഷൂട്ടും തമാശയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ടൗണിലോട്ട് പോവുകയാണ്. നമുക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ, തോമാച്ചനെയാണ് മീറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ടുമാണ്, അതുപോലെ തന്നെ പ്രീസ്റ്റാണ് കേട്ടോ. പുള്ളിക്കാരൻ ബാംഗ്ലൂർ പഠിക്കുമായിരുന്നു. അപ്പോൾ ലീവിന് വന്നു. അങ്ങനെ ഒരു ദിവസം നമ്മളെല്ലാവരും കൂടെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു.
നമ്മൾ ചില്ലാട്ട് കഫേയിലാണ് പോയത്. അവിടെ പോയി എല്ലാവരുമായിട്ട് കുറേ നേരം സംസാരിച്ചു. അവിടെ നല്ല രസമാണ് കേട്ടോ. നൈറ്റ് ഫുള്ള് ലൈറ്റും ഭയങ്കര ഒരു ആംബിയൻസാണ് അവിടെ. എല്ലാവർക്കും കൂടി ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ. ഒരു ക്രിസ്മസ് ടൈമും കൂടെ ആയിരുന്നു. അതാണ് അവിടെ പുൽക്കൂടും സ്റ്റാറൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മൾ രാത്രി എല്ലാവരും കൂടി ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഡിന്നറൊക്കെ കഴിച്ചു. അതാണ് തോമാച്ചൻ. അങ്ങനെ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.